ഹലോ വിദ്യാർത്ഥികളെ, സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഹാർഡ് ഫേസിംഗ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് MS റൗണ്ട് റോഡ് 25 മില്ലിമീറ്ററിൽ ഹാർഡ് സർഫേസിംഗ് പ്രാക്ടീസിനെ കുറിച്ച് പഠിക്കും. ഒബ്ജക്റ്റീവ്സ്. ഈ മോഡ്യൂളിന്റെ അവസാനത്തിൽ നിങ്ങൾ ഇനി പറയുന്നവ പഠിക്കും. സർഫസ് ഹാർഡാക്കി തയ്യാറാക്കാൻ, വർക്ക് പീസിന് ആവശ്യമുള്ള പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അളവുകളോ പ്രയോഗിക്കാൻ, സർഫസ് അബ്രഷനെ നന്നായി പ്രതിരോധിക്കുക, SMAW വെൽഡിംഗ് വഴി ഒരു ഹാർഡ് സർഫസ് പ്രയോഗിക്കുക. നമുക്ക് വെൽഡിംഗ് പ്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബോൾ പീൻ ഹാമർ, ബ്ലേഡുള്ള ഹാക്സോ ഫ്രെയിം, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ചിപ്പിംഗ് ഹാമർ. സുരക്ഷാ വസ്ത്രങ്ങൾ, കയ്യുറകൾ, PPE കിറ്റ്, ഇലക്ട്രോഡ്, ഒരു സ്റ്റീൽ വയർ ബ്രഷ്, SMAW വെൽഡിംഗ് മെഷീൻ. ഹാർഡ് സർഫസിംഗ് പരിശീലന ഘട്ടങ്ങളുടെ പ്രധാനപ്പെട്ട പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ജോബിന്റെ ഉപരിതലം വൃത്തിയാക്കുക. MS റൗണ്ട് ചുറ്റളവ് 4 പോയിന്റുകളായി ഡിവൈഡ് ചെയ്യുക. 4 പോയിന്റുകളിൽ നിന്ന് ലൈനുകൾ പോയിന്റ് ചെയ്ത് വരയ്ക്കുക. പഞ്ചഡ് MS റൗണ്ട് ബാർ രണ്ടറ്റങ്ങളിലും V ബ്ലോക്കുകളിൽ തിരശ്ചീനമായി പ്ലേസ് ചെയ്യുക. ഇലക്ട്രോഡ് LH7461 അല്ലെങ്കിൽ സ്റ്റെയിനിറ്റിക് മഗ്നീഷ്യം സ്റ്റീൽ തിരഞ്ഞെടുക്കുക. ആർക്ക് വെൽഡിങ്ങിനായി 90 മുതൽ 120 ആംപിയർ കറണ്ട് സജ്ജമാക്കുക. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. നമുക്ക് MS റോഡിന്റെ അറ്റകുറ്റപ്പണിക്കും മെയിൻ്റനൻസിനുമുള്ള നടപടിക്രമം പഠിക്കാം. സർഫസ് വൃത്തിയാക്കി പ്രക്രിയ ആരംഭിക്കുക. ആർക്ക് നിലനിർത്താൻ മതിയായ ചൂട് നൽകത്തക്ക വിധത്തിൽ ആംപെയറേജ് ക്രമീകരിക്കുക. അമിതമായ ചൂട് അമിതമായ ഡൈലൂഷന് കാരണമാകും. ഒരു മീഡിയം ലോങ് ആർക്ക് പിടിച്ച് സ്ട്രെയിറ്റ് ആയി ഉപയോഗിക്കുക. പോയിന്റ് 1-ൽ നിന്ന് ആക്സസിന് പാരലലായി ആദ്യത്തെ ചെറിയ ബീഡ് ഒരു വശത്തുനിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക. ബാർ റൊട്ടേറ്റ് ചെയ്ത് രണ്ടാമത്തെ ഷോർട്ട് ബീഡ് പോയിന്റ് 2-ൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക. ബാർ റൊട്ടേറ്റ് ചെയ്ത് സ്ലാഗ് ചിപ്പ് ചെയ്ത് നന്നായി വൃത്തിയാക്കുക. പതിയെ തണുക്കാൻ മണലിലോ ചുണ്ണാമ്പിലോ ചാരത്തിലോ വെക്കുക. വെൽഡ് വൃത്തിയാക്കി സർഫസ് ഡിവൈസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നമുക്കിപ്പോൾ ഹാർഡ് ഫേസിംഗ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് MS റൗണ്ട് റോഡ് 25 മില്ലിമീറ്റർ ഹാർഡ് സർഫസ് പരിശീലനത്തിൻ്റെ
കോഷനും പരിശോധനയും ഹ്രസ്വമായി ചർച്ച ചെയ്യാം. ഈ ഇലക്ട്രോഡുകളിൽ നിന്നുള്ള ഡെപ്പോസിറ്റ് വളരെ ടഫാണ്, പക്ഷെ ഹാർഡല്ല. ഈ ഗുണമാണ് ഹാർഡ് ഫേസിംഗ് മെറ്റീരിയലിനെ കഠിനമായി കാണപ്പെടാൻ ഇടയാക്കുന്നത്. പക്ഷേ മെറ്റീരിയൽ മൃദുവായ അവസ്ഥയിൽ അവശേഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ വിള്ളലുണ്ടാകുന്നത് സാധാരണമായ ഒരു പ്രശ്നമല്ല. ഇനി പോരായ്മകൾ നോക്കാം. അൺഈവൻ ബീഡ്, എക്സസ് റീഇൻഫോഴ്സ്മെന്റ്, ക്രാക്സ്, ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് സർഫേസ് കഠിനമാക്കാൻ തയ്യാറാക്കുക, വർക്ക് പീസിന്റെ ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അളവുകൾ പ്രയോഗിക്കുക, സർഫേസിൽ ഉണ്ടാകുന്ന അബ്രഷനെ നന്നായി പ്രതിരോധിക്കുക, SMAW വെൽഡിംഗ് വഴി ഹാർഡ് സർഫേസ് അപ്ലൈ ചെയ്യുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.